count to infinity problem. Here, no router ever has a value more than 1 higher than the minimum of all its neighbors, and gradually all the routers work their way up to infinity, but the number of exchanges required depends on the numerical value used for infinity. ഇവിടെ എ എന്ന് പറയുന്ന റൗട്ടർ ബി എന്ന് പറയുന്ന റൗട്ടർ വിച്ച് ഇസ് കണക്റ്റഡ് ടു എക്സ്, ആൻഡ് ബിഫോർ ഫെയിലിയർ ആഫ്റ്റർ ഫെയിലിയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ എയും എക്സും ആയിട്ടുള്ള കണക്ഷൻ ലോസ്റ്റ് ആവും. പക്ഷേ ബി ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കത്തില്ല. ആൻഡ് ആഫ്റ്റർ എ റിസീവ്സ് അപ്ഡേറ്റ് ഫ്രം ബി, അതായത് എക്ക് ബി ഇന്ന് അപ്ഡേറ്റ് കിട്ടി, അതായത് ബി ഇന്ന് എയിലോട്ട് പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ബി അറിയുന്നില്ല ഇവിടെ ഫെയിലിയർ ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്യും? എക്ക് ബിന്ന് അപ്ഡേറ്റ് കിട്ടി, അതായത് അപ്ഡേറ്റ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കോസ്റ്റ് അപ്ഡേഷൻ നടക്കും. കോസ്റ്റ് അപ്ഡേഷൻ എന്തെന്ന് കൊടുക്കും? 3 എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി ആ 3 എന്ന് പറയുന്ന അപ്ഡേറ്റ്, അതായത് കോസ്റ്റ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ എന്ത് ചെയ്യും? ബിക്കും അപ്ഡേറ്റ് കൊടുക്കും. കോസ്റ്റ് അപ്ഡേറ്റ് ആയി എന്നുള്ളത് അപ്ഡേറ്റ് കൊടുക്കും. അപ്പോഴോ എന്ത് ചെയ്യും? ബി എന്ന് പറയുന്ന റൗട്ടർ അവിടെ അപ്ഡേറ്റ് ആവും, അവിടെ 4 ആവും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ കണക്ഷൻ ഫെയിലിയർ ആയാലും ഇൻഫിനിറ്റി, അതായത് കൗണ്ട് ഇങ്ങനെ ഇൻഫിനിറ്റി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഇറ്റ് വിൽ ബിക്കം ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ ഫെയിലിയർ ഒക്കർ ആയി, പക്ഷേ ബി എന്ന് പറയുന്ന റൗട്ടർ ഇത് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഒരു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും എ എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് അപ്ഡേറ്റ് ആവും. അങ്ങനെ അപ്ഡേറ്റ് ആയി അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും? ഇൻഫിനിറ്റി ആവും. ഓക്കെ, അതാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് സൊല്യൂഷൻസ് ഫോർ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം: we will set infinity to a limited number. The maximum number of hops to get across a certain network is never going to be more than 16. ഓക്കെ, ഇവിടെ നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. 16 എന്ന് പറയുന്ന ഒരു മാക്സിമം നമ്പർ ഓഫ് ഹോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. സ്പ്ലിറ്റ് ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? when a node sends a routing update to its neighbor, it does not send the routes it learned from each neighbor back to that neighbor. അതായത് ഇപ്പോൾ ബിയുടെ റൂട്ട് എന്ന് പറയുന്നത് E2A എന്ന് പറയുന്നതാണ് അതിൻ്റെ ടേബിളിലെ റൂട്ടെങ്കിൽ, then it knows it must have learned this route from A, and so whenever B sends a routing update to A, അപ്പോൾ നമ്മൾ എയിലേക്ക് ഒരു റൗട്ടിംഗ് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ E2 എന്ന് പറയുന്നത് ആ റൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ അതിൻ്റെ നെയ്ബേഴ്സിന്, ഒരു നോഡിൻ്റെ നെയ്ബേഴ്സിന് റൗട്ടിംഗ് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ റൂട്ടിൻ്റെ ഇൻഫർമേഷൻസ് തിരിച്ച്, അതായത് ആ നെയ്ബറിൽ നിന്നായിരിക്കും നമ്മൾ ആ റൗട്ടിൻ്റെ ഇൻഫർമേഷന് ചിലപ്പം നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഇൻഫർമേഷൻ തിരിച്ചത് സെൻഡ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സ്പ്ലിറ്റ് ഹൊറിസോൺ. ഇനി സ്പ്ലിറ്റ് ഹൊറിസോൺ വിത്ത് പോയിസൺ റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൂട്ട് സെൻഡ് ചെയ്യുമായിരിക്കും, പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കും ആ റൂട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എക്സാമ്പിൾ, നമ്മളെ എയിലേക്ക് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് എന്ന് പറയുന്നത് ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു റൂട്ടും കൂടെ സെൻഡ് ചെയ്യും. അതാണ് സ്പ്ലിറ്റ് ഹൊറിസോൺ വിത്ത് പോയിസൺ റിവേഴ്സ്. ഒരു നെഗറ്റീവ് ഇൻഫർമേഷനും കൂടെ വെച്ചായിരിക്കും സെൻഡ് ചെയ്യുന്നത് റൂട്ടായിട്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് സിംപ്ലർ ടു കോൺഫിഗർ ആൻഡ് മെയിൻറ്റെയിൻ ദാൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിനേക്കാളും നമുക്ക് കോൺഫിഗർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സിമ്പിളാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇറ്റ് റിയാക്ട് റാപ്പിഡ്ലി ടു ഗുഡ് ന്യൂസ് വെൻ എ റൗട്ടർ കംസ് അപ്പ്, ആൻഡ് ദോ ഇറ്റ് ഫൈനലി കൺവേർജസ് ടു കറക്റ്റ് റിസൾട്ട്, ഇറ്റ് ടേക്സ് ലോങ് ടൈം വെൻ ദർ ഈസ് എ ബാഡ് ന്യൂസ്, and there are several attempts to solve the problem, but none is perfect. It does not take line bandwidth into account, and it took too long to converge, and it is slower to converge than link state. It is at a risk from the count to infinity problem, and it creates more traffic, and for larger networks
DV routing results in larger routing tables since each router must know all other routes and this will lead to congestion. അപ്പോൾ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കോൺഫിഗർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സിംപ്ലറാണ്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിനേക്കാളും സിംപ്ലറാണ് നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. പക്ഷേ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്തിൻ്റെ കാര്യം. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിലാണെങ്കിൽ റൂട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാൻഡ് വിഡ്ത്തിൻ്റെ കാര്യം അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ ഡിലേ മെട്രിക്സിൻ്റെ കാര്യവും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് രണ്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആ രണ്ട് പ്രോബ്ലംസ് മെയിനായിട്ട് സോൾവ് ചെയ്യാനാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനായിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് പ്രോബ്ലംസാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വൺ നമ്മുടെ ബാൻഡ് വിഡ്ത്തിനെ, അതായത് ഒരു റൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ബാൻഡ് വിഡ്ത്തിനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ദെൻ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. ഇത് രണ്ടിനെയും റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ഈച്ച് റൂട്ടർ മസ്റ്റ് ഡു ദ ഫോളോയിങ് തിങ്സ് ടു മേക്ക് ഇറ്റ് വർക്ക്. അപ്പോൾ ഓരോ റൗട്ടറിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഡിസ്കവേഴ്സ് ഇറ്റ്സ് നെയ്ബേഴ്സ് ആൻഡ് ലേൺ ദെയർ നെറ്റ്വർക്ക് അഡ്രസ്സസ് ആൻഡ് ദെൻ ഇറ്റ് വിൽ സെറ്റ് ദ ഡിസ്റ്റൻസ് ഓർ കോസ്റ്റ് മെട്രിക് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. Construct a packet telling all it has just learned and send this packet to and receive packets from all other routers and compute the shortest path to every other router. Then Dijkstra's algorithm can be run at each router to find the shortest path to every other router. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിലെ എല്ലാ റൗട്ടേഴ്സും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ഓരോ നോട്ട്സിൻ്റെയും നെയ്ബേഴ്സിനെയും അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സിനെയും ഡിസ്കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ നെയ്ബേഴ്സുമായിട്ടും എല്ലാ നോട്ട്സിനുമുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കോസ്റ്റ് മെട്രിക്സ് സെറ്റ് ചെയ്ത് വയ്ക്കും. ആൻഡ് ദെൻ വി വിൽ കൺസ്ട്രക്ട് എ പാക്കറ്റ് വിച്ച് ടെൽസ് ഓൾ ഇറ്റ് ഹാസ് ജസ്റ്റ് ലേൺഡ്. ഓക്കെ, അതെല്ലാം ലേൺ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ഈ പാക്കറ്റിനെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ റിസീവ് പാക്കറ്റ്സ് ഫ്രം ഓൾ അതർ റൂട്ടേഴ്സ്. ആൻഡ് വി വിൽ കമ്പ്യൂട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത് ടു എവ്രി അതർ റൂട്ടർ. ആൻഡ് ഈ ഷോർട്ടസ്റ്റ് ഡിജിക്സ്ട്രാ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ റൂട്ടറിനും മറ്റു റൂട്ടറിലോട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫിഗർ. അതായത് നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇപ്പോൾ കോൺസെപ്റ്റ് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓരോ റൗട്ടറിനെയും ആ റൗട്ടറിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ കാണുന്ന നെറ്റ്വർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് സിസ്റ്റംസ് ഇൻ ബൈ എ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എയുടെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കാണുന്ന ആ ഒരു നെറ്റ്വർക്ക്. ദെൻ സിസ്റ്റംസ് ഇൻ ബൈ ബി എന്ന് പറയുമ്പോഴത്തേക്കും ബിയുടെ ആ ഒരു വ്യൂവിൽ കാണുന്ന നമ്മുടെ സിസ്റ്റം. അതുപോലെ ഓരോ റൗട്ടറിലും നമ്മുടെ നെറ്റ്വർക്ക് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ റൗട്ടറിൻ്റെയും സ്റ്റേറ്റ്സ് ഓഫ് ലിങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ലിങ്ക് സ്റ്റേറ്റ് നോളജ് എന്ന് പറയുന്ന ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെയ്ബറിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ്, നെറ്റ്വർക്ക് അഡ്രസ്സിനെ, ഒരു നോഡിൻ്റെ നെയ്ബേഴ്സിനെയും നെറ്റ്വർക്ക് അഡ്രസ്സസിനെയും ആദ്യം ഡിസ്കവർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ കോസ്റ്റ് മെട്രിക്സ് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പാക്കറ്റ് കൺസ്ട്രക്ട് ചെയ്യും. ഈ പാക്കറ്റിനെ നമ്മൾ എല്ലാ റൗട്ടേഴ്സിനും സെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ റിസീവ് പാക്കറ്റ്സ് ഫ്രം ഓൾ റൗട്ടേഴ്സ്. ദെൻ എന്ത് ചെയ്യും, ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഡിജിക്സ്ട്രാ അൽഗോരിതം വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യും. ഇനി ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ വരുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ്. ലേണിംഗ് അബൌട്ട് ദ നെയ്ബേഴ്സ്, മെഷറിംഗ് ലൈൻ കോസ്റ്റ്, ബിൽഡിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ദ ന്യൂ റൂട്ട്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലേണിംഗ് അബൌട്ട് ദ നെയ്ബേഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു വെൻ എ റൗട്ടർ ഈസ് ബൂട്ടഡ്, ഇറ്റ് ഫസ്റ്റ് task is to learn who its neighbors are.
നമ്മുടെ കയ്യിൽ നമ്മളൊരു റൗട്ടറിനെ ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും? അതിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം അതിൻ്റെ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അക്കംപ്ലിഷസ് ദിസ് ഗോൾ ബൈ സെൻഡിങ് എ സ്പെഷ്യൽ ഹലോ പാക്കറ്റ് ഓൺ ഈച്ച് പോയിൻ്റ് ടു പോയിൻ്റ് ലൈൻ. ഇതെന്ത് ചെയ്യും? അതിൻ്റെ ഓരോ നെയ്ബറിങ് ലൈനിലോട്ട് എന്ത് ചെയ്യും? ഒരു ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതർ എൻഡിലുള്ള റൂട്ടർ എന്ത് ചെയ്യും? റിപ്ലൈ അയക്കും. ഓക്കെ, റിപ്ലൈ എങ്ങനെ ആയിരിക്കും അയക്കുന്നത്? അതിൻ്റെ നെയിം, ആ റൗട്ടറിൻ്റെ നെയിം എന്താണോ അത് കൊടുത്തിട്ട് റിപ്ലൈ അയക്കും. അപ്പോൾ റൗട്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്? അതതിൻ്റെ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ എല്ലാത്തിലും ഓരോ ഹലോ പാക്കറ്റ് വെച്ച് സെൻഡ് ചെയ്യും. അപ്പോൾ അതർ എൻഡിലുള്ള റൗട്ടേഴ്സ് എന്ന് പറയുന്നത് റിപ്ലൈ ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് നെയിം വെച്ച് സെൻഡ് ചെയ്യും. ഓക്കെ, ഇനി മെഷറിംഗ് ലൈൻ കോസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എക്കോ പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെയ്ബേഴ്സിന് സെൻഡ് ചെയ്യും. ദ അതർ സൈഡ് ഈസ് റിക്വയർഡ് ടു സെൻഡ് ബാക്ക് ഇമ്മീഡിയറ്റ്ലി. ഈ എക്കോ പാക്കറ്റ് എന്ന് പറയുന്നത് നെയ്ബറിന് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റീസെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്തത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റൗണ്ട് ട്രിപ്പ് ടൈം, അതായത് ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ മെഷർ ദ റൗണ്ട് ട്രിപ്പ് ടൈം ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ബൈ 2 ആൻഡ് ബൈ ദാറ്റ് വി ക്യാൻ ഫൗണ്ട് വാട്ട് ഡിലേ. അപ്പോൾ നമ്മുടെ ഈ കിട്ടുന്ന റൗണ്ട് ട്രിപ്പ് ടൈമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഡിലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തിരിച്ച് റീസെൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു റൗണ്ട് ട്രിപ്പ് ടൈം മെഷർ ചെയ്യാൻ പറ്റും. ഈ റൗണ്ട് ട്രിപ്പ് ടൈമിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ളൊരു ഡിലേ കിട്ടും. എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിലേ. അപ്പോൾ ഡിലേയുടെ ഒരു എസ്റ്റിമേറ്റ് കിട്ടും. ഓക്കെ, അത് നമുക്ക് ഡിലേ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ് ബിൽഡിംഗ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ്. ഓക്കെ, നമ്മൾ ഓരോ റൗട്ടറിനും അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനും കോസ്റ്റും വെച്ച് നമ്മൾ ടേബിൾ ബിൽഡ് ചെയ്യും. ഓക്കെ, ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിങ്ങിൽ എങ്ങനെയാണോ അതുപോലെ ടേബിൾ ബിൽഡ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ദ പാക്കറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻഡർ ഫോളോഡ് ബൈ എ സീക്വൻസ് നമ്പർ ആൻഡ് ഏജ് ആൻഡ് എ ലിസ്റ്റ് ഓഫ് നെയ്ബേഴ്സ്. അപ്പോൾ ഈ പാക്കറ്റിൽ എന്തൊക്കെ കാണും? ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻഡർ, സീക്വൻസ് നമ്പർ കാണും, ഏജ് കാണും, അതിൻ്റെ ലിസ്റ്റ് ഓഫ് നെയ്ബേഴ്സും കാണും. ആ ഫിഗർ നോക്കിയേ, നമ്മുടെ സബ്നെറ്റാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ സബ്നെറ്റിൻ്റെ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ എന്തൊക്കെ കാണും? ഐഡൻറ്റിറ്റി ഓഫ് ദി സെൻറ്റർ. ഓക്കെ, എയുടെ ടേബിൾ എടുത്താൽ എ ആണ് അവിടെ സെൻറ്റർ, ആൻഡ് സീക്വൻസ് നമ്പർ കാണും, ഏജ് കാണും. ദെൻ ഓരോ ഡെസ്റ്റിനേഷൻ, അതായത് ലിസ്റ്റ് ഓഫ് നെയ്ബേഴ്സ്. അപ്പോൾ എയുടെ നെയ്ബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ബിയും ഇ ആണ്. അപ്പോൾ എ ടു ബി എന്ന് പറയുമ്പോൾ അവിടുത്തെ കോസ്റ്റ് 4 ആയിരിക്കും. അതുപോലെ എ ടു എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ ബിയുടെ ടേബിൾ, ബിയുടെ നെയ്ബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എ കാണും, സി കാണും, എഫ് കാണും. ഓക്കെ, ഡയറക്റ്റ് നെയ്ബേഴ്സ് എ, സി, എഫ്. അപ്പോൾ ബി ടു എ എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ ബി ടു സി എന്ന് പറയുന്നത് 2 ആണ്. ബി ടു എഫ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ എല്ലാ റൗട്ടേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻസ് കാണും, നെയ്ബേഴ്സ് കാണും, നെയ്ബേഴ്സും അതിൻ്റെ കോസ്റ്റും കാണും. അപ്പോൾ ഈ ലിങ്ക് സ്റ്റേറ്റ് എപ്പോഴായിരിക്കും ബിൽഡ് ചെയ്യുന്നത്? എയ്തർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓർ വെൻ സം സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഒക്കേഴ്സ്. ഓക്കെ, റെഗുലർ ഇൻ്റർവെൽസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ളൊരു ഇവൻറ്റ് ഒക്കർ ആയാലോ നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ബിൽഡ് ചെയ്യും. വൺസ് ദ ഇൻഫർമേഷൻ ഫോർ ദ എക്സ്ചേഞ്ച് ഹാസ് ബീൻ കളക്റ്റഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ ഈച്ച് റൗട്ടർ ടു ബിൽഡ് എ പാക്കറ്റ് കണ്ടെയ്നിങ് ഓൾ ദ ഡേറ്റ. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് ബിൽഡ് ചെയ്യും. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഈ ബിൽഡ് ചെയ്ത ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ നമ്മൾ നെറ്റ്വർക്കിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. അതിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലഡിങ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലഡിങ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ, അതായത് ചുമ്മാ പാക്കറ്റിനെ സെൻഡ് ചെയ്യത്തില്ല, നമ്മളൊരു സീക്വൻസ് നമ്പറും കൂടെ ഇതിൻ്റെ കൂടെ അയക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ഫോർ ഈച്ച് ന്യൂ പാക്കറ്റ് സെറ്റ്. ഓരോ പുതിയ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സീക്വൻസ് നമ്പർ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. ആൻഡ് our routers keep track of all the source router sequence pairs they see. And when a new link state packet comes in, it is checked against the list of packets already seen. ഓക്കെ, ഒരു പുതിയ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് വന്നാൽ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് പാക്കറ്റ് വെച്ചിട്ട് അതിനെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് പുതിയതാണെങ്കിൽ അത് വന്ന ആ ഒരു ഇൻകമിങ് ലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ഔട്ട്പുട്ട് ലൈനിലോട്ടും അത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അത് എന്തുവാണ്, നമ്മൾ ഫ്ലഡിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. പുതിയതാണെങ്കിൽ എന്ത് ചെയ്യും, അത് വന്ന ഇൻകമിങ് ലൈൻ ഉണ്ടല്ലോ, അറൈവ് ചെയ്ത ആ ഒരു ലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ഔട്ട്പുട്ട് ലൈനിലും അത് ഫോർവേഡ് ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യും. ആൻഡ് ഇഫ് എ പാക്കറ്റ് വിത്ത് എ സീക്വൻസ് നമ്പർ ലോവർ ദാൻ ദ ഹയസ്റ്റ് വൺ സീൻ സോ ഫാർ എവർ അറൈവ്സ്, ഇറ്റ് ഈസ് റിജക്റ്റഡ് സിൻസ് ദ റൂട്ടർ ഹാസ് മോർ റീസെൻറ്റ് ഡാറ്റ. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് നമ്പറുള്ള പാക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റിന്, അതായത് ഇഫ് എ പാക്കറ്റ് വിത്ത് എ സീക്വൻസ് നമ്പർ ലോവർ ദാൻ ദ ഹയസ്റ്റ് വൺ, അതായത് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഹയസ്റ്റ് ആയിട്ടുള്ളതിനേക്കാളും കുറഞ്ഞ സീക്വൻസ് നമ്പറുള്ള ഒരു പാക്കറ്റിനെ കണ്ടാൽ അതിനെ റിജക്റ്റ് ചെയ്ത് വിടും, സിൻസ് ദ റൂട്ടർ ഹാസ് മോർ റീസെൻറ്റ് ഡാറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലഡിങ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി വിൽ കമ്പ്യൂട്ട് ദ ന്യൂ റൂട്ട്സ്. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് കിട്ടിയല്ലോ. അപ്പോൾ എല്ലാ റൂട്ടേഴ്സിനും ഹാവിങ് ഫുൾ സെറ്റ് ഓഫ് ഈ മൊത്തത്തിലുള്ള ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ കൺസ്ട്രക്ട് ദ എൻറ്റയർ സബ്നെറ്റ് ഗ്രാഫ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് പുതിയൊരു സബ്നെറ്റ് ഗ്രാഫിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് റൺ ലോക്കലി ടു കൺസ്ട്രക്ട് ഷോർട്ടസ്റ്റ് പാത്ത് ടു ഓൾ പോസിബിൾ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ പോസിബിൾ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ എ സബ്നെറ്റ് വിത്ത് n routers, each of which has k neighbors, the memory required to store the input data is proportional to kn. അപ്പോൾ n റൂട്ടറുള്ള ഒരു സബ്നെറ്റ് ആണെങ്കിൽ ഓരോന്നിനും k നെയ്ബേഴ്സ് വെച്ചുണ്ടെങ്കിൽ ആൻഡ് ദ മെമ്മറി, ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു kn ആയിരിക്കും. അപ്പോൾ 5 സ്റ്റെപ്സ് നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിലുള്ള 5 സ്റ്റെപ്സാണ്. ആദ്യത്തെ നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനെ കുറിച്ച് ലേൺ ചെയ്യും. അതിനുവേണ്ടി നമ്മളൊരു ഹലോ മെസ്സേജ്, ഹലോ പാക്കറ്റ് അയക്കും. ആൻഡ് ഹലോ പാക്കറ്റ് അയക്കും, അത് റിസീവ് ചെയ്ത ഓരോ റൗട്ടേഴ്സും അതിൻ്റെ നൈംസ് വെച്ചിട്ട് റിപ്ലൈ അയക്കും. പിന്നെ നമ്മൾ ലൈൻ കോസ്റ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു എക്കോ പാക്കറ്റ് സെൻഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് റൗണ്ട് ട്രിപ്പ് ടൈം കിട്ടും. റൗണ്ട് ട്രിപ്പ് ടൈമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡിലേ കിട്ടും. ദെൻ വി വിൽ ബിൽഡ് ദ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് and it contains identity of the sender, sequence number, age and list of neighbors. And we will distribute these link state packets through the method flooding, and we will compute the new routes. Okay, these are the difference between link state routing and distance vector routing. Link state routing is used in 1990s and distance vector routing is used in 1980s. And for distance vector routing the bandwidth is less, and link state routing bandwidth is high. Traffic is less for distance vector routing and traffic is high for link state routing. And distance vector routing il nammal count to infinity problem undayirikkum, പക്ഷേ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ നമ്മളത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഇല്ല, നോട്ട് എക്സിസ്റ്റ്. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൽ പെർസിസ്റ്റൻറ്റ് ലൂപ്പായിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ ട്രാൻസിയൻറ്റ് ലൂപ്പായിരിക്കും. ആൻഡ് DVRL എന്ന് പറഞ്ഞാൽ, അതായത് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിലെന്ന് പറഞ്ഞാൽ RIP പ്രോട്ടോക്കോൾ ആയിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ OSPF പ്രോട്ടോക്കോൾ ആയിരിക്കും.
ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൽ കൺവേർജൻസ് സ്ലോ ആയിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ കൺവേർജൻസ് ഫാസ്റ്റ് ആയിരിക്കും.